പ്രധാനമായും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിന്ന് ചോദ്യം, ഇത്രയധികം ഇപ്പോൾ തന്നെ വന്ന കണ്ടെയ്നറുകളുടെ എണ്ണം നമ്മൾ കണ്ടതാണ്. ഈ തുടർച്ചയായിട്ടൊരു ഷിപ്പുകൾ ഇവിടേക്ക് വരുമ്പോൾ ഈ കണ്ടെയ്നറൊക്കെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും? കരയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നല്ല ചോദ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. എന്നുവെച്ചാൽ കണ്ടെയ്നർ മറ്റ് ഷിപ്പുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോകുന്നു. അപ്പം ഇന്നിവിടെ ഇറക്കി വെക്കുന്ന ഈ വലിയ മദർഷിപ്പിൽ നിന്നുള്ള കണ്ടെയ്നർ നാളുകളിൽ ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്കും കേരളത്തിലെ വിവിധ തുറമുഖങ്ങളിലേക്കും രാജ്യാന്തര തുറമുഖങ്ങളിലേക്കും ചെറിയ ഷിപ്പുകൾ വഴി ഇത് കൊണ്ടുപോകുന്ന ദൗത്യമാണ് ഇവിടെയുള്ളത്. ഇവിടെ ആകെ ഈ തുറമുഖത്തിൽ നിന്ന് ലക്ഷ്യമിടുന്നത് ആകെ വരുന്ന ചരക്കുകളുടെ 16% മാത്രമേ കരമാർഗം പോകേണ്ടതുള്ളൂ. അതിനിപ്പോൾ നമുക്ക് 1.7 കിലോമീറ്ററുള്ള അപ്രോച്ച് റോഡുണ്ട്. അതേസമയത്ത് ഇനി ഭാവിയിൽ റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഔട്ടർ റിംഗ് റോഡ് ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ തുറമുഖം അടിവരയിട്ട് പറയുന്നു, ഇതിങ്ങനെ വരുന്ന വലിയ കണ്ടെയ്നറുകൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ കൃത്യമായി ഇറക്കി വെച്ചതിന് ശേഷം വരുന്ന മറ്റ് ഷിപ്പുകളിൽ രാജ്യാന്തര തുറമുഖത്തേക്കും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കയറ്റി കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് അവിടെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആളുകളുടെ മുമ്പിൽ എല്ലാവരും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്നത് മുഴുവൻ കരമാർഗം ഒഴുകി പോകുന്നത്. അങ്ങനെയല്ല. ഇവിടെ എത്തുന്ന ഈ പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ട്. ഇതൊരു വലിയ രൂപത്തിലുള്ള നീക്കമാണ്. ലോകത്ത് മറ്റ് ഈ മദർഷിപ്പ് വരുന്ന, ഇപ്പം നമുക്കറിയാം, നമുക്ക് കൊളംബോ അറിയാം, ദുബായ് അറിയാം, ഇങ്ങനെയുള്ള കുറെ തുറമുഖങ്ങൾക്ക് സമാനമായ തുറമുഖം, അതിനേക്കാൾ മുന്നിലേക്ക് വരുന്ന തുറമുഖം ഇത് മാറുകയാണ്. അപ്പൊ ഈ യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കി കൊടുക്കുന്നത് ആളുകൾക്ക്. ഈ ബാക്കി റോഡ് കണക്ടിവിറ്റിയും തുരങ്കപാതയും ഒക്കെ അതൊക്കെ തന്നെ എത്ര നാളുകൊണ്ട് പൂർത്തീകരിക്കാം നമുക്ക് ഏകദേശം? ഇപ്പോ കൊങ്കൺ റെയിൽവേ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ സാമൂഹ്യാഘാത പഠനവും പരിസ്ഥിതിയാഘാത പഠനവും കഴിഞ്ഞ് കൊങ്കൺ റെയിൽവേ DPR തയ്യാറാക്കി കൊടുത്തു. 9.2 കിലോമീറ്റർ ഭൂഗർഭ പാതയും 10.7 കിലോമീറ്റർ ആകെ റെയിൽവേയുടെ ലെങ്തും വരുന്നതാണ് റെയിൽവേ കണക്ടിവിറ്റി. അതിന് DPR തയ്യാറാക്കി ഇപ്പോൾ കൊങ്കൺ റെയിൽവേ കേന്ദ്ര റെയിൽവേക്ക് കൊടുത്ത് അംഗീകാരം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സ്ഥലമെടുപ്പ് 5.45 ഹെക്ടർ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുതന്നെയാണ് അപ്പുറത്ത് ഔട്ടർ റിംഗ് റോഡിന്റെയും പ്രവർത്തനത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് സമീപകാല ഭാവിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ പ്രവർത്തനം നീങ്ങും. അപ്പോൾ അത് വരാൻ താമസമുണ്ടെന്നുള്ളതുകൊണ്ട് ഈ തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ കമ്മീഷനിങ് എന്നത്തേക്ക് ഉണ്ടാവും? നമ്മൾ ലക്ഷ്യമിടുന്നത്, നമ്മൾ നേരത്തെ കരാർ ചെയ്തിരുന്നത് 2024 ഡിസംബർ ആണെങ്കിലും അതിനു മുമ്പ് തന്നെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ എത്തുമ്പോഴേക്ക് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇതിൽ വിപുലമായ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് ഈ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു പരാതി അവശേഷിക്കാത്ത രൂപത്തിലേക്കായിരിക്കും കമ്മീഷൻ ചെയ്യുന്ന രൂപം വരിക.